ശബരിമല സ്വർണ്ണക്കൊള്ള ദേവസ്വം മന്ത്രി വി.എൻ. വാസവന്റെ ഏറ്റുമാനൂരിലെ ഓഫീസിലേക്ക് ബി.ജെ.പി. പ്രതിഷേധ മാർച്ച് നടത്തി. ശബരിമല സ്വർണ്ണപ്പാളി കട്ടുമുടിച്ച് വിശ്വാസികളെ സർക്കാർ വഞ്ചിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ദേവസ്വം മന്ത്രി വി.എൻ. വാസവന്റെ ഓഫീസിലേക്ക് ബി.ജെ.പി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഇന്നുച്ചയ്ക്ക് 12:30ഓടെയായിരുന്നു മാർച്ച്. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. മാർച്ച് മന്ത്രിയുടെ ഓഫീസിനു സമീപം പോലീസ് തടഞ്ഞു. ബാരിക്കേഡുകൾ ഉപയോഗിച്ചാണ് പോലീസ് തടഞ്ഞത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിശ്വാസികളായിട്ടുള്ള ആക്ടിവിസ്റ്റ് സ്ത്രീകളെ നിങ്ങൾ അവിടെ കടത്തിയില്ലേ പോലീസിന്റെ ഒത്താശയോടുകൂടെ എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ അയ്യപ്പന്റെ ഞങ്ങളുടെ വിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ശ്രമിച്ചാലും നടക്കില്ല, ഞങ്ങൾ സമ്മതിക്കുന്നില്ല. ഇവരോടൊപ്പം കൂട്ടുകൂടിയിരിക്കുകയാണ് കോൺഗ്രസുകാരും. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. നേരത്തെ മന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ നേതാവ് വി.എസ്. ശിവകുമാർ അയാളുടെ സഹോദരൻ ശബരിമലയിൽ കാണിച്ചത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിലെ ഹിന്ദുജന വിശ്വാസികളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ശബരിമല തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് കാലങ്ങളായി. അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇവിടുത്തെ നമ്മുടെ ദേവന്റെ പൊന്നുൾപ്പെടെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലെ പൊന്നുകളിലും പരിശോധന വേണം. കാരണം ഞങ്ങൾക്ക് വിശ്വാസമില്ല ഈ പിണറായി വിജയൻ സർക്കാരും അതിനു മുമ്പ് ഭരിച്ച UDF-ഉം ചേർന്ന് നമ്മുടെ ക്ഷേത്രങ്ങളിലെ പൊന്നും നമ്മുടെ ഭഗവാന്മാരുടെ സ്വത്തുക്കളും എല്ലാം കട്ടുമോട്ടിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി വന്ന് ഇത് അന്വേഷിക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരം അവസാനിക്കുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ഈ വാസവൻ മന്ത്രി രാജിവെക്കണം. ഈ മന്ത്രി രാജിവെക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇവിടെ എല്ലാ ദിവസവും വരുന്ന എല്ലാ ദിവസങ്ങളും സമരവുമായിട്ട് വരും. യാതൊരു മടിയും ഞങ്ങൾക്കുമില്ല.